കുട്ടികൾക്ക് എല്ലാവർക്കും ഞാനൊരു എന്റെ സൈക്കിള് ഒരു ബില്ലറിന്റെ വീടാണ് സൈക്കിള്. ഞാനിപ്പോ കാണാൻ എന്റെ ഒരു സൈക്കിൾ ഉണ്ട്, അതിനകത്ത് എടുത്തു. ഇതൊരു സൈക്കിള്. എന്റെ സൈക്കിള് ഒരു കളറ്, സൈക്കിളിന്റെ കളർ ഒരു പച്ച കളറാണ്. പച്ച സൈക്കിളാണ്, പച്ച സൈക്കിളാണ്. ഇതൊരു ബില്ലറിന്റെ വീടാണ്. ഇയാൾക്ക് എന്താണ് ഞാനിപ്പോ ഇയാളെ നോക്കിയതേ ഉള്ളു. അപ്പൊ അയാളെ ഇറക്കി കിട്ടും. എന്നിട്ട് പിച്ചക്കാരാണ് ചെറുക്ക, നീ എന്തുവാണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ് ഞാനൊന്ന് ചേട്ടന്റെ വീടൊന്ന് നോക്കുവോ. എന്നോട് പറഞ്ഞ് അവിടുന്ന് താടുന്ന് എന്റെ വീട്ടിൽ നോക്കട്ടെന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പഴേ അങ്ങോട്ട് ഒരു പോക്ക് പോയേച്ചു. അങ്ങനെയാണ് സംഭവമൊക്കെ സംഭവിച്ചത്. ബാക്കി നേരെ ഇങ്ങോട്ട് വണ്ടി നിർത്തും. വണ്ടി എടുത്തുണ്ടായിരുന്നു നമ്മള് താമസിക്കുന്ന ഒരു തോമസിന്റെ ഒരു വീട്ടിലായിട്ട്. തോമസ് എന്ന് പറഞ്ഞൊരു പേരുണ്ട്. അവനാണെങ്കിൽ ഭയങ്കര റിച്ചാണ്. അവന്റെ വീട്ടിൽ നിന്ന് പോയി നോക്കാം. അവനാണെങ്കിൽ റിച്ച് മാൻ. എപ്പോഴും പോയി അവിടെ പിച്ചക്കാരാ, അവിടെ ഫ്രാങ്ക്ലിൻ പിച്ചക്കാരാ. പക്ഷെ എന്റെ നല്ല മൂസിലൊക്കെ ഉണ്ട്. എന്റെ പക്ഷെ ഗൺസ് ഉണ്ട്. എന്നാ തോമസിനെ ഞാൻ വെറുതെ വിടൂല. അവനെ ഇന്ന് ഞാൻ തോമസിനെ ഇല്ലേ അവന്റെ കുറെ നാളായിട്ട് പിച്ചക്കാരാ, അവിടെ പിച്ചക്കാരാന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ് വെറുതെ. അവനൊന്ന് മുന്തിന്ന് ഷോ ഇറക്കാം. അവനറിയത്തില്ല എന്റെ ആള്. അവനായതുകൊണ്ട് ഞാൻ ഒരു പിസ്റ്റല് മാത്രമേ ഇറക്കുള്ളൂ. ബാക്കി നേരെ അവനെ പിസ്റ്റൽ എടുക്കാം. പിസ്റ്റല് ഞാൻ പിസ്റ്റൽ എടുത്തിട്ടുണ്ട്. ഇനി അവനെ ആക്കുന്ന ഷോ ഇറക്കാം. ജസ്റ്റ് തോമസെ അറിയുവാണ് അങ്ങോട്ട് ഒരാളാ ഹിന്ദി കളിപ്പിക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ ഉണ്ടാക്കണ്ട. ഇതാ പേട്ടമളിയിൽ മക്കൾ ഇതൊക്കെ ഇന്ത്യയിലുള്ളൊരു കൊണ്ടോ ഉണ്ടോടാ? ഈ ഗ്രിൽ വിഷൻ ഇന്ത്യയിലുണ്ടാ? ഇതുണ്ടാ? ഇത് ഇന്ത്യയിലുണ്ടാ? ആളെ നിന്നോ തിന്നോലെ ഇതിന്റെ കണ്ണിന് പിസ്റ്റലടി. ഇങ്ങനെ പിസ്റ്റലാണ് എടുക്കുന്നത്. മോദിയാർക്കോടെ ഒടുക്കി ഒടുക്കിയിരുന്നു അരിന്റെ കൊണ്ടുപോയി. മോദിയാർക്ക് എന്റെ 10 കുട്ടി അങ്ങോട്ട് എടുക്കണം. എന്റെ വീട് നീ വിറ്റ് കളഞ്ഞല്ലേ. ഇതൊരു കഷ്ടപ്പെട്ട ഒരു വീട്. പൈസ അടിയാളാ. ഇപ്പൊ പൈസ എടുക്ക. പൈസ മോദിയാർക്ക് പൈസ കൊടുത്തല്ലേ. അല്ലെങ്കിൽ ഗൺ അടിക്കും. എടുക്കണം പൈസ അങ്ങോട്ട് എടുക്കണം. എടുക്കാം. ആ പൈസ ബാഗ് എടുക്കടാ. പൈസ ടിക്കറ്റ് തരാടാ. പൈസ ഇട്ടിട്ടുണ്ട്. പോവാ. എന്റെ കഷ്ടപ്പെട്ടാലോ പൈസ എടുക്കാൻ 10 കോടി പൈസ. ഞാനാണെങ്കിൽ ഒരു പിച്ചക്കാർ. ഞാനാണെങ്കിൽ എനിക്ക് പൈസ ഇങ്ങനെയൊക്കെ ജീവിക്കും. പൈസ കിട്ടിയിട്ടുണ്ട് എന്തായാലും. എന്റെ ഫുഡും കഴിച്ചിട്ട് കോളേജിൽ പോവാം. ഞാനാണെങ്കിൽ ഒരു വില്ലേജിലായിട്ടാണ് താമസിക്കുന്നത്. അടുത്തൊരു വില്ലേജ് ഉണ്ട്. ആ വീട്ടിലാണ് നാം താമസിക്കുന്നത്. അമ്മയെ കുറിച്ച് റിച്ച്. ഇവിടെ ഒരാളുണ്ട്. ഇവിടെ ആണെങ്കിൽ ബില്ലറാനുണ്ട്. എനിക്കാണെങ്കിൽ ഏട്ടന്റെ വീടില്ല, സെയിലായി പോയി. എന്റെ കാർക്ക് ഇനി എടുക്കണം. പക്ഷേ എന്റെ കാറില്ലേ. അച്ഛനാണെങ്കിൽ എന്റെ കാറ് തടുത്തി പിന്നെ പണിക്കൊന്നും പോകത്തില്ല. ഇപ്പൊ അച്ഛനും എന്റെ കോളേജിൽ ചേർത്തിരിക്കുക പണിക്കുക. അതുകൊണ്ട് കോളേജിലെങ്കിലും ഒരാൾക്ക് 10-30 പൈസ ആയിട്ട് അച്ഛനെ കോളേജിൽ ചേർത്തിരിക്കുകയാണ്. കാറ് വേണമെങ്കിൽ മര്യാദക്കൊരു പണിയെടുത്തു. അതാണ് ഞാൻ പണിയെടുക്കും. ഞാൻ എന്നിട്ട് ഈ സൈക്കിള് മേടിച്ചു വന്നിട്ട് ഇവിടെ എന്റെ ക്ലാസ്സിൽ ചേർച്ചു.
എങ്ങനെയെങ്കിലും വെച്ച് അച്ഛനോട് പറഞ്ഞ് റെഡിയാപ്പിക്കുക. അച്ഛൻ റെഡിയാപ്പിക്കുമെന്ന് അറിയത്തില്ല. അച്ഛനാണെങ്കിൽ ഒന്നും മേടിച്ചു തന്നിട്ടില്ല. എനിക്കാണെങ്കിൽ ബൈക്ക് പോലും മേടിച്ചു തന്നു. കാറ് പോട്ടെ, ബൈക്കെങ്കിലും ഇതാണ് എന്റെ വീട്. അച്ഛൻ ഇതാണ് സൈക്കിള്. ഈ സൈക്കിളില്ലേ, അച്ഛൻ പറഞ്ഞു നീ സൈക്കിൾ ഇങ്ങോട്ട്. അച്ഛൻ വീട്ടില് പോകുന്നില്ലല്ലോ. സൈക്കിൾ അച്ഛൻ വിളിക്കുന്നുണ്ടല്ലോ. ഹലോ അച്ഛൻ, എന്തിനാ എന്നെ വിളിച്ചത്? നീ നേരെ ഇല്ലേ നമ്മുടെ ഇല്ലേ നിഞ്ചേന്റെ ഷോറൂമിലോട്ട് ഞാനിപ്പോ വരാം. പക്ഷെ അച്ഛനാണെങ്കിൽ അച്ഛൻ പറഞ്ഞ ഡ്രസ്സ് കുളിച്ചിട്ട് നല്ല ഡ്രസ്സ് ഇട്ടുള്ളൂ വരാൻ. പൈസ അച്ഛൻ കൊടുത്തപ്പോ നീ നേരെ ഡ്രസ്സ് ഇട്ടു മതി. എനിക്ക് കാറൊക്കെ ഇനിയുണ്ട്. നമുക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാം. ഞാൻ വീട് പണിയും അച്ഛനടുത്ത് പറഞ്ഞു കോളേജിലോട്ട്. പക്ഷെ ചേർക്കല്ലോ, നമുക്ക് ഡ്രസ് ഇടാം അടുത്ത്. നമുക്ക് നേരെ ഇപ്പൊ നമ്മുടെ നിഞ്ചാന്റെ ഷോറൂമിലോട്ട്. നിഞ്ചാന്റെ ഷോറൂം ഉള്ളതാണ്. നിഞ്ചയുടെ ഷോറൂമിലോട്ട് കൊടുത്തു. പറഞ്ഞില്ലേ അച്ഛന് പൈസ ഇല്ല, അതുകൊണ്ട് ബാഗിലെടുത്ത് പൈസ ഇടും. നമ്മുടെ ബാഗ് ഇതിലാണെങ്കിൽ 10 കോടി, നിഞ്ചേക്കാണെങ്കിൽ 10 കോടിയാണ്. അച്ഛൻ റിച്ചുകാരാണ്. പക്ഷെ ഞാൻ റിച്ചല്ല. അച്ഛനെനിക്ക് എന്ത് വേണമെങ്കിലും മേടിച്ചു തരും. അച്ഛൻ്റെ ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും അച്ഛൻ ഞാൻ എന്താണോ പറഞ്ഞത് അത് തന്നെ മേടിച്ചു തരുന്ന അച്ഛനാണ്. അച്ഛൻ്റെ അടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞ നിഞ്ചയുടെ ഡ്യൂക്ക് നിഞ്ച ബൈക്ക് കൂടി പറഞ്ഞാൽ മേടിച്ചു തരാം. ഓരോ എന്തോ ആ കാര്യം ഞാൻ മറന്നുപോയിരുന്നു. ഇനി ഒരു നിഞ്ചാണ് ഷോറൂമിന്റെ ഇവിടെ അടുത്തായിട്ട് തന്നെയാണ്. അതെ ഇപ്പൊ എത്തിക്കും. ഇന്നതേ ആ ബിൽഡിങ്ങിന് വേണ്ട ഈ ബേക്കിലുണ്ട്. അവിടോട്ടാണ് എന്റെ നിഞ്ചയുടെ ഷോറൂം. അതെ ഇങ്ങോട്ട് വരും. അതിന്റെ ഷോക്കി തന്നെ ഇതാണ് നിഞ്ചയുടെ ഷോറൂം. ഡെലിവറി അച്ഛനാണെങ്കിൽ ഇതാണ് നിഞ്ചയുടെ ഒക്കെ ഷോറൂം. അച്ഛൻ എന്തിനാണ് വിളിച്ചത്? അച്ഛനാണെങ്കിൽ നമുക്ക് അച്ഛനാണെങ്കിൽ അച്ഛനുണ്ട് ഫോണൊന്നും വിളിക്കോ? അച്ഛൻ ഫോൺ എടുക്കാത്ത നമുക്കാണെങ്കിൽ 30 ഫോൺ എടുക്കുക. ഇല്ലല്ലോ വയസ്സ് ഇനി ഏത് വിളിച്ചോ? സർപ്രൈസ്. പൈസ കൂടെ തന്നേക്ക്. നീ നമുക്ക് പെട്രോൾ ബൈക്ക് ഓടിക്കാണ്. നീ പറഞ്ഞ് നിഞ്ചാണോ നിഞ്ച എക്സ്റ്റുവർ ബൈക്ക് ഓടിച്ചതെന്നേ. ബൈക്ക് നിഞ്ചന്റെ എക്സ്റ്റുവർ ഇവിടെ കാറും തരുന്നുണ്ട്. ഞാൻ മഹേന്ദ്രയുടെ കാർക്കും കൂടി ഹെൽമെറ്റൊക്കെ വെച്ചോണ്ട് ഭയങ്കര ഹെൽമെറ്റും മേടിച്ചോണ്ട് പറ്റുള്ളൂ. പുതിയത് അവിടെ വെക്കട്ടെ. ഇങ്ങോട്ട് ഹെൽമെറ്റ് മേടിച്ചു. ഹെൽമെറ്റ് എടുത്ത് വെച്ചോളൂ. ഇല്ല
ഓ ഇതോ പുതിയ ഹെൽമെറ്റ് പുതിയ ഹെൽമെറ്റ്. എനിക്ക് ഇങ്ങനത്തെ ഹെൽമെറ്റ് മേടിച്ചു തന്നിട്ടുണ്ട് അച്ഛൻ. ഒരു ഹെൽമെറ്റ് ഉണ്ട്. എന്റെ വീട്ടിലാണെങ്കിൽ കുറെ ഹെൽമെറ്റ് ഉണ്ട്. ആണെങ്കിൽ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. അച്ഛൻ്റെ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട്. ഓ വീട്ടിൽ പോകുന്നു. മോനെ ഈ കോഴിക്കോടൊന്ന് പോകും. സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് നിനക്ക് പെണ്ണ് കിട്ടിയല്ലോ. അതുകൊണ്ട് നേരി ഈ ഒളിച്ചോണ്ട് വരും. വീട്ടിൽ ഉമ്മയൊക്കെ ഇല്ല. അതുകൊണ്ട് അതുകൊണ്ട് കടന്നു അറിഞ്ഞു അങ്ങനെ വണ്ടി നിനക്കണ്ട് കാർ വെക്കും. വണ്ടി കാണിച്ചിട്ടുണ്ടായി. അത് നമ്മുടെ ഒരു പൊന്നൊരു കാർ കാണിച്ചു തരാം. 33 ലക്ഷം ഞാൻ സർപ്രൈസ് ആക്കാറ്. ഇതാണ് മുന്നേ കാർ. പാടാക്കിയിട്ട്
I think that there's a lot of